Good morning, students. Next topic software engineering practice. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനകത്തെ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസും അതോടൊപ്പം തന്നെ അംബ്രല്ല ആക്ടിവിറ്റീസുമായിരുന്നു. അതുകൂടാതെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കൺസെപ്റ്റ്സും അതുപോലെ തന്നെ കുറച്ച് പ്രിൻസിപ്പിൾസുമാണ്. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യേണ്ട ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. A basic understanding of the generic concepts and principles that apply to framework activities. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ദ എസെൻസ് ഓഫ് പ്രാക്ടീസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസിന്റെ ആവശ്യകത എന്തെന്നുള്ള കാര്യമാണ് നോക്കുന്നത്. മെയിൻ ആയിട്ടും താഴെ കൊടുത്തിരിക്കുന്ന 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസും കൂടെ കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം, കമ്മ്യൂണിക്കേഷൻ ആൻഡ് അനാലിസിസ്, പ്ലാൻ എ സൊല്യൂഷൻ, മോഡലിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ. മൂന്നാമത്തത് ക്യാരി ഔട്ട് ദ പ്ലാൻ, കോഡ് ജനറേഷൻ, എക്സാമിൻ ദ റിസൾട്ട് ഫോർ ആക്യുറസി, ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ്. ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ടും ഒരു സോഫ്റ്റ്വെയറിന് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പൊ അതോടുകൂടി തന്നെ നമ്മൾ എന്തും കൂടെ കൺസിഡർ ചെയ്യുന്നു, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസും കൂടെ കൺസിഡർ ചെയ്യുകയാണ്. ഡീറ്റെയിലായിട്ട് പഠിക്കാം ഓരോ ടോപ്പിക്കും. അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസിനകത്തൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ. ആദ്യമേ നമ്മൾ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കണം നമ്മൾ സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകേണ്ടത്. അപ്പൊ ആ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പിൽ ഉണ്ടാകുന്ന കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതും കൂടെ ഫോളോ അപ്പ് ചെയ്യുവാണെങ്കിലാണ് നമുക്ക് ആ സ്റ്റെപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ ഒന്നാമെന്ന് പറഞ്ഞാല് ആരാണ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ആ കാര്യം നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കണം അവർക്ക് വേണ്ടുന്ന റിക്വയർമെന്റ്സിനെ പറ്റി പഠിക്കാനായിട്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാല് അവർക്ക് വേണ്ടുന്ന പ്രോബ്ലം റിക്വയർ ചെയ്യാൻ വേണ്ടി വരുന്ന ഡേറ്റകൾ എന്തൊക്കെയാണ്, അതുപോലെ റിക്വയർമെന്റ് എന്താണ്, അവരുടെ നീഡ് എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോബ്ലത്തിന് നമുക്ക് ഡിവിഷൻ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ പറയുന്നത് നമുക്ക് ഈ പ്രോബ്ലത്തിനെ ഗ്രാഫിക്കലി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അതായത് നമുക്ക് മോഡൽസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുമോ. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമാണ് അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിനകത്ത് നമുക്ക് ആ ഒരു സ്റ്റെപ്പിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റെപ്പാണ് പ്ലാൻ ദ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പ്രോബ്ലം മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള പ്ലാനിങ് നമ്മൾ നടത്തണം എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ അവിടെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഈ പ്രോബ്ലത്തിനെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യുക. ഇനി അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്തിട്ടുണ്ടോ, ആ കാര്യം ചെക്ക് ചെയ്യുക. സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ്, ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു പ്രോബ്ലത്തിന് നമ്മൾ സബ് പ്രോബ്ലംസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ, ഇനി സബ് പ്രോബ്ലംസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതെങ്ങനെയൊക്കെയാണ് അതിനുള്ള സൊല്യൂഷൻസ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ ഡിസൈൻ മോഡലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കണം ഈ പ്ലാൻ ദ സൊല്യൂഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട്. ഇനി അടുത്ത സ്റ്റെപ്പാണ് ക്യാരി ഔട്ട് ദ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ പ്ലാൻ ദ സ്റ്റെപ്പ് വരെ നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ തീരുമാനിച്ചു വെച്ചു. ഇനി അത് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഏത്, ക്യാരി ഔട്ട് ദ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷൻ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സൊല്യൂഷൻ തന്നെ കറക്റ്റ് ആയിട്ടാണോ വർക്ക് ആവുന്നത്, അവിടെ എറേഴ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്, എറേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെ റിമൂവ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റെപ്പിനകത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് ഏത്, എക്സാമിൻ ദ റിസൾട്ട്. അതായത് നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി, നമ്മൾ പ്രോബ്ലം മനസ്സിലാക്കി പ്ലാൻ ചെയ്തു, അതിനുശേഷം നമ്മൾ കോഡ് ജനറേറ്റ് ചെയ്തു അല്ലെങ്കിൽ കോഡ് ക്യാരി ഔട്ട് ചെയ്തു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫൈനൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ എക്സാമിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ യൂസറിന് കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ യൂസറിന് കൊടുത്തതിന് ശേഷം അവർ പറഞ്ഞിരിക്കുന്ന റിക്വയർമെന്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വാലിഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവാലുവേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനകത്ത് വരുന്ന ഒരു കുറച്ച് കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ഫ്രെയിംവർക്ക് ആക്ടിവിറ്റിയോട് കൂടെ തന്നെ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 4 സ്റ്റെപ്പുകളും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജനറൽ പ്രിൻസിപ്പിൾസ് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ്.
അതായത് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ അംബ്രല്ല ആക്ടിവിറ്റീസ്, അതുകൂടാതെ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റുകൾ, ഇത് കൂടാതെ ഡേവിഡ് ഹൂക്കർ എന്ന് പറയുന്ന ആൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന 7 പ്രിൻസിപ്പിൾസും കൂടെ നമ്മൾ ഫോളോ ചെയ്തെങ്കിലാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും 7 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ദ റീസൺ ഇറ്റ് ഓൾ എക്സിസ്റ്റ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നോക്കിയേ, എ സോഫ്റ്റ്വെയർ സിസ്റ്റം എക്സിസ്റ്റ് ഫോർ വൺ റീസൺ, ടു പ്രൊവൈഡ് വാല്യൂ ടു ഇറ്റ്സ് യൂസേഴ്സ്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയറിന് എപ്പോഴും നിലനിൽപ്പുണ്ടാകുന്നത് എങ്ങനെയാണ്? ആ ഒരു കസ്റ്റമറിന്റെ നീഡിനനുസരിച്ച് വാല്യൂ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും ഒരു സോഫ്റ്റ്വെയറിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ എപ്പോഴും ഫോളോ ചെയ്യേണ്ട ഒരു പ്രിൻസിപ്പിൾ ആണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കസ്റ്റമറിന്റെ റിക്വയർമെന്റിനനുസരിച്ചായിരിക്കണം ഒരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യേണ്ടത്. അല്ലാതെ ചുമ്മാ ഒരു തട്ടിക്കൂട്ടി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യരുത്. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രമേ ഒരു സോഫ്റ്റ്വെയർ എപ്പോഴും ക്രിയേറ്റ് ചെയ്യാവുള്ളൂ. അത് എപ്പോഴും കസ്റ്റമറിന് വാല്യൂ കൊടുക്കുന്നതുമാണ്, അല്ലെങ്കിൽ യൂസറിന് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നതുമാണ്. എങ്കിൽ മാത്രമേ ആ ഒരു സോഫ്റ്റ്വെയറിന് നിലനിൽപ്പുള്ളൂ. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് റിയൽ വാല്യൂ കൊടുക്കുന്ന, അല്ലെങ്കിൽ റിയൽ വേൾഡിലെ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കണം നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഏത്? സെക്കൻഡ് പ്രിൻസിപ്പിൾ, കീപ് ഇറ്റ് സിമ്പിൾ സ്റ്റുപ്പിഡ്. അതായത് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഡിസൈനിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഡിസൈൻ മോഡൽസിനെ പറ്റിയാണ്. ഓൾ ഡിസൈൻ ഷുഡ് ബി ആസ് സിമ്പിൾ ആസ് പോസിബിൾ ബട്ട് നോ സിംപ്ലർ. സിമ്പിൾ also does not mean quick and dirty. The payoff is software that is more maintainable and less error prone. അതായത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന, ഞാൻ പറഞ്ഞു രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന്റെ ഡിസൈനിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഡിസൈൻ എന്ന് പറയുന്നത് എപ്പോഴും സിമ്പിൾ ആയിരിക്കണം, പക്ഷെ എങ്ങനെ ആവരുത്? ക്വിക്ക് ആൻഡ് ഡയർട്ടി ആവരുത്. അതായത് സിമ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു സംഭവം ആകരുത് അതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് ഈസിയും ആയിരിക്കണം, അതേസമയം കോംപ്ലക്സ് ആകാനായിട്ടും പാടില്ല. സിമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് കോംപ്ലക്സ് ആകാനായിട്ടും പാടില്ല, ഒത്തിരി സിമ്പിൾ ആകാനായിട്ടും പാടില്ല. ഇതിനൊരു മിനിമത്തിൽ നിൽക്കുന്ന ഒരു സിംപ്ലിസിറ്റി ആയിരിക്കണം നമ്മുടെ സോഫ്റ്റ്വെയർ ഡിസൈനിങ്ങിന് ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ആ സോഫ്റ്റ്വെയർ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ സോഫ്റ്റ്വെയറിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതുമാകണം. അതുപോലെ തന്നെ എറർ കുറവുമുള്ളതുമായിരിക്കണം. എറർ ഉണ്ടാവാനേ പാടില്ലാത്ത ഒരു സോഫ്റ്റ്വെയറും ആയിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇനി തേർഡ് പ്രിൻസിപ്പിൾ ആണ് മെയിൻറ്റെയിൻ ദ വിഷൻ. എ ക്ലിയർ വിഷൻ ഈസ് essential to the success of a software project. നമ്മുടെ സോഫ്റ്റ്വെയർ പ്രൊജക്ടിന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ആ ഒരു സോഫ്റ്റ്വെയറിന്റെ സക്സസ് ആയിരിക്കണം. അതായത് നമ്മളൊരു പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിഷൻ എന്താണ്? നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ സക്സസ്ഫുൾ ആയിരിക്കണം. യൂസർ എന്താണോ ഉദ്ദേശിക്കുന്നത്, യൂസറിന്റെ റിക്വയർമെന്റ് എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനുള്ളൊരു സൊല്യൂഷൻ ആയിരിക്കണം നമ്മുടെ ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ പ്ലാൻ ചെയ്യുമ്പോഴും, കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, അല്ലെങ്കിൽ പ്ലാനിങ് ആവട്ടെ, അല്ലെങ്കിൽ കോഡിംഗ് ആവട്ടെ, ടെസ്റ്റിംഗ് ആവട്ടെ, ഓരോ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്മുടെ സോഫ്റ്റ്വെയർ സക്സസ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിരിക്കണം. അതാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് ഫോർത്ത് പ്രിൻസിപ്പിൾ, വാട്ട് യു പ്രൊഡ്യൂസ് അതേഴ്സ് വിൽ കൺസ്യൂം. Always specify, design and implement knowing someone else will have to understand what you are doing. നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണ് യൂസർ യൂസ് ചെയ്യുന്നത് അല്ലേ? അതല്ലെങ്കിൽ പോലും ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ഫേസിൽ കൂടെ ആണെങ്കിൽ പോലും ഒരാൾ തന്നെ ആയിരിക്കത്തില്ല ഈ സോഫ്റ്റ്വെയറിന്റെ എൻ്റയർ വർക്കുകളും ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ ഫേസിലും ഓരോരോ ആൾക്കാരായിരിക്കും ചെയ്യുന്നത്. സോഫ്റ്റ്വെയറിന് ആദ്യമേ പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു, അതിനുശേഷം കോഡുകൾ അല്ലെങ്കിൽ ഡിസൈൻ മോഡൽ ഉണ്ടാക്കുന്നു, കോഡുകൾ ജനറേറ്റ് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, ഡീബഗ് ചെയ്യുന്നു, അങ്ങനെ ഓരോരോ ഫേസുകൾ ഉണ്ടായിരിക്കും. ഓരോ ഫേസിൽ കൂടെ ഈ സോഫ്റ്റ്വെയറിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും പൊക്കോണ്ടിരിക്കുന്നത് അല്ലേ? ഒരാൾ ഉണ്ടാക്കുന്ന കോഡ് എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതും കൂടെയാണ്, അല്ലെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് കൂടെയാണ്. അതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഫൈനൽ പ്രൊഡക്റ്റും കസ്റ്റമർ ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം അത് യൂസ് ചെയ്യാൻ അറിഞ്ഞാൽ പോരാ, കസ്റ്റമറിന് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു യൂസർ ഫ്രണ്ട്ലിയും കൂടെ ആയിരിക്കണം നമ്മുടെ ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഫിഫ്ത്ത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ബി ഓപ്പൺ ടു ദ ഫ്യൂച്ചർ.
എ സിസ്റ്റം വിത്ത് എ ലോങ് ലൈഫ് ടൈം ഹാസ് മോർ വാല്യൂ. നെവർ ഡിസൈൻ യുവർ സെൽഫ് ഇൻ ടു എ കോർണർ. അപ്പൊ ഈ ഫിഫ്ത് പ്രിൻസിപ്പിളിനകത്ത് പറയുന്ന ഇത്രേ ഉള്ളൂ. നമുക്കറിയാം കസ്റ്റമർ പറയുന്ന ഒരു റിക്വയർമെന്റ്സിനനുസരിച്ചായിരിക്കണം നമ്മൾ എപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പൊ കസ്റ്റമർ പറയുന്ന റിക്വയർമെന്റ് അനുസരിച്ച് ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള ഒരു സ്കോപ്പും കൂടെ നോക്കിയിട്ടാകണം നമ്മൾ നമ്മുടെ സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യേണ്ടത്. അതായത് എത്ര ലോങ് ലൈഫ് ടൈം ഉള്ള ഒരു സോഫ്റ്റ്വെയറിനാണ് കൂടുതൽ കാലം വാല്യൂ ഉള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളിപ്പോ ഇന്നൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു, അത് 1 മാസം കഴിഞ്ഞ് യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല, അങ്ങനെ വന്നാൽ അത് കൊള്ളാമോ? ആ പ്രൊഡക്റ്റ് കൊള്ളത്തില്ല, അതിനൊരു വാല്യൂ ഇല്ലല്ലേ. അപ്പൊ ഫ്യൂച്ചറിലേക്കുള്ള ഒരു നോക്കിയിട്ടും കൂടെ വേണം നമ്മൾ നമ്മുടെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട്. യൂസറിന്റെ സ്പെസിഫിക്കേഷൻ എന്താണോ അത് ഫുൾഫിൽ ചെയ്യുന്നത് കൂടെ തന്നെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഫീച്ചേഴ്സും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ സിസ്റ്റം ഡിസൈൻ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും. അടുത്താണ് 6th പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്ലാൻ എഹെഡ് ഫോർ റീയൂസ്. റീയൂസ് സേവ്സ് ടൈം ആൻഡ് എഫേർട്ട്. പ്ലാനിങ് എഹെഡ് ഫോർ റീയൂസ് reduces the cost and increases the value of both the reusable components and the systems into which they are incorporated. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന കൂടെ തന്നെ നമ്മൾ മറ്റൊരു കാര്യത്തിനും കൂടെ പ്ലാൻ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? അതിനകത്ത് കമ്പോണൻസ് റീയൂസ് ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റിയും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പൊ റീയൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ കമ്പോണൻസ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതാണ് കൂടുതലായിട്ട് എളുപ്പമുള്ളത്. അതായത് നമുക്ക് വീണ്ടും ആ കാര്യങ്ങൾ തന്നെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ആ കമ്പോണൻസിനെ നമുക്ക് ജസ്റ്റ് റീയൂസ് ചെയ്താൽ മതി. അപ്പൊ അതുണ്ടാക്കുന്ന ടൈമും എഫേർട്ടും എല്ലാം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന കൂടെ തന്നെ പ്ലാൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ആ കൂടെ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് അതിനകത്തെ കമ്പോണൻസിനെ റീയൂസ് ചെയ്യുക എന്നുള്ളതും റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കുക എന്നുള്ള കാര്യം കൂടെ. അടുത്തതാണ് 7th പ്രിൻസിപ്പിൾ തിങ്ക്. പ്ലേസിംഗ് ക്ലിയർ complete thought before action almost always produces better result. ഈ 7ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞ 6 പ്രിൻസിപ്പിളിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഓരോ ആക്ഷൻ പെർഫോം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമ്മൾ ആദ്യമേ തിങ്ക് ചെയ്തതിനു ശേഷം മാത്രം അത് ചെയ്യുക. കറക്റ്റ് ആയിട്ടുള്ള റിക്വയർമെന്റുകളാണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനി കറക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ മോഡലാണോ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, കറക്റ്റ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആണോ നമ്മൾ ചെയ്തിരിക്കുന്നത്, കറക്റ്റ് ആയിട്ടുള്ള കോഡ് ജനറേഷൻ ആണോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓരോ കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുക ഇത് കറക്റ്റ് ആണോ, അതായത് കറക്റ്റ് ആയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ആവുമോ, സക്സസ് ആവുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് വേണം ഓരോ സ്റ്റെപ്പുകളും നമ്മൾ ചെയ്യാനായിട്ട്. ഇതാണ് അപ്പൊ 7th പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ 7 പ്രിൻസിപ്പിളും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ നമ്മുടെ ഒരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസുകൾ ഓർക്കുക, അതുപോലെ തന്നെ അംബ്രല്ല ആക്ടിവിറ്റീസ്, അതിനോടൊപ്പം തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസിനകത്തെ ഈ 7 പ്രിൻസിപ്പിൾസും അതോടൊപ്പം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റുകളും കൂടെ കൂട്ടി വേണം ഒരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ഈസി ആയിട്ട് സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്.